നമ്മളിപ്പോൾ നിൽക്കുന്നത് റോസിൻ്റെ തോട്ടാട്ടോ, ഫുള്ള് റോസാണ്. നമ്മൾ 900, 1000, 800 റേറ്റ് ഉണ്ട്. എന്താ പറയുക, ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ റോസാപ്പൂ തോട്ടം കാണാൻ നല്ല ഭംഗി. നമുക്ക് കേരളത്തിൽ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പൂ റോസ് പല ടൈപ്പ് റോസ് ഉണ്ട്. അത് ഏതൊക്കെ റോസ് ആണ് ആ പറഞ്ഞത്? ബട്ടർ റോസ്, പിന്നെ അത് നല്ല ചെറുതായിരിക്കും കേട്ടോ. പിന്നെ ഏതാണ്? സാധാ റോസ്. അത് ഈ ബട്ടൺ റോസ് പറയുന്നത് നമ്മൾ മാല കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്നത്, പൂമാല, കല്യാണ മാലയിൽ. പിന്നെ കുറച്ചും കൂടി വലിയ റോസ് ഉണ്ട്, ഞാൻ വീട്ടിൽ കാണിച്ചുതരാം. ആ റോസ് വന്ന് നമ്മൾ തലയിൽ വയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ടൈപ്പ് റോസും കൂടി ഉണ്ട്, പക്ഷെ അത് നമ്മൾ വൈകിട്ടാണ് വീഡിയോ എടുക്കുന്നത്. കാലത്ത് എടുത്താലാണ് ഒന്നും കൂടി വലിപ്പത്തിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മളെയും കൂട്ടിയിട്ട് വീഡിയോ എടുക്കുമ്പോൾ അത് കാലത്താണെങ്കിൽ ഒന്നും കൂടി വിടരുള്ളൂ. ഇപ്പോൾ നമ്മൾ വന്ന് വൈകിട്ട് ടൈം ആയതുകൊണ്ട് ജസ്റ്റ് ഒരു റെഡാണ്. അപ്പോൾ നമ്മൾ സൂം ചെയ്തിട്ട് മാത്രം എടുക്കും, കാരണം നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഫുള്ളൂടെ റെഡ് കളർ പൂവായിട്ട് നമുക്ക് കാണില്ല. കാരണം അങ്ങനെ കാണണമെങ്കിൽ അത് കാലത്ത് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമുക്ക് കാലത്തോടെ വരാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈവനിങ്ങിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇവിടുത്തെ എന്താ പറയുക, ഇപ്പോഴത്തെ അറ്റ്മോസ്ഫിയറിൽ റോസാപ്പൂ തോട്ടം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതിൻ്റെ വീട്ടിലോട്ട് നമുക്ക് പോവാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോസിൻ്റെ തോട്ടാട്ടോ, ഫുള്ള് റോസാണ്. പക്ഷെ നമ്മൾ വൈകിട്ട് വന്നതുകൊണ്ട് ഇത് വിടർന്നിട്ടില്ല. കണ്ടോ, ഇതൊക്കെ റോസാണ്. ഇത് താഴെ കാണുന്നത് വിടരാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഫുള്ള് റോസിൻ്റെ തോട്ടാണ്, ഫുള്ള് റോസാണ്. റോസിൻ്റെ ഫുൾ റോസാ തോട്ടാണ്. ഇതെന്നൊരു പറിക്കും, അത് കാലത്താണ് പറിക്കുക. ഇത് വിടുന്നില്ല, കണ്ടോ ഇവിടെ മൊത്തം റോസാണ്. കണ്ടോ ഫുള്ള് റോസ് ഉണ്ട്. ഞാൻ നേരത്തെ സെൽഫി എടുത്തപ്പോൾ കാണുന്നത്, പക്ഷേ ഇവിടെ മൊത്തം റോസാണ്. ഈ റോസ് പറയുമ്പോൾ വലിപ്പം വയ്ക്കും, പക്ഷെ അത് കാലത്താണ് വലിപ്പം വയ്ക്കുള്ളൂ. ഇപ്പം അത് അത്ര വലുതായിട്ടില്ല. നമ്മളെന്തായാലും ഇവിടെ വന്നപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടാണ്, വൈഫിൻ്റെ കസിൻ്റെ വീട്ടിൽ വന്ന തമിഴ്നാട്ടിൽ. അപ്പോൾ അവരെ കൃഷി മെയിനായിട്ട് റോസാണ്. ഇവിടെ ഒരു നടുക്ക് റോസ്, ഇവിടെ കടല. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ലണ്ടൻ കടല. ഇത് റോസ്, അത് ബട്ടർ റോസ് പറയും, ചെറിയ പൂ. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണില്ല, അടുത്ത് പോലെ കാണുള്ളൂ. ഇത് കടല. ഇങ്ങോട്ട് നോക്കടി, പൂ പൊട്ടിക്കണ്ട, ഇങ്ങോട്ട് നോക്കടി, ഇങ്ങോട്ട് നോക്ക്. കാര്യമാണ് ഇത്. മുന്നത്തെ വീട്ടിലിട്ടുണ്ട് കടലയാണ് ഇവിടുത്തെ മെയിൻ കൃഷി. അപ്പോൾ ഇതൊക്കെ കടലയാണ്. ഇതെന്ന് പറയുന്നത് ഇവിടെ 2-3 ടൈപ്പ് കടല ചെയ്യുന്നുണ്ട്. ഇത് ലണ്ടൻ കടല എന്നാണ് പറയുക. ഇത് ലണ്ടൻ ബ്രീഡാന്ന് പറയുക. കാരണം ഇതിങ്ങനെ ഇവളുടെ വീട്ടിൽ ചെയ്ത് കടല കൃഷി തന്നെയാണ് വൈഫിൻ്റെ. പക്ഷെ അത് സാധാ കടലയാണ്. ഇപ്പോൾ ഈ കടല പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടോ നല്ല തിക്കായിട്ട് കണ്ടോ അങ്ങനെ പടർന്നിരിക്കുന്നത്. ഇത് പിന്നെ ഒരു മെഷീനിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ ഒരു വരിക്കൊക്കെ നമ്മൾ കള പറിക്കാൻ സുഖമാണ്. അതുപോലെ തന്നെ നല്ല കട്ടിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പടർന്നിരിക്കും. പിന്നെ അതുപോലെ തന്നെ വേറെ ടൈപ്പും കൂടി അപ്പുറത്തുണ്ട്. അതൊന്നും കൂടി ഇങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ കൂർക്ക നടില്ല, അതുപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് നട്ടിരിക്കുകയാണ്. അത് വേറെ ടൈപ്പ്. അതായത് വീഡിയോയിൽ വിട്ടുപോയി, 2 ടൈപ്പാണ്. ഒന്ന് ആന്ധ്ര കടലയും പിന്നെ ഒന്ന് നമ്മുടെ ലണ്ടൻ കടല. ഇത് രണ്ടും നല്ല കട്ടിയിട്ട് ഉണ്ടാവും കേട്ടോ. അതായത് ഒരു കുരുന്ന് തന്നെ നല്ല പടർന്നിങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു ചെടി പറിച്ചാൽ തന്നെ അത്യാവശ്യം ഒരുപാട് കടലിട്ടു. നേരത്തെ ഞാൻ പറഞ്ഞ മറ്റേ ലണ്ടൻ ടൈപ്പ് കടല, ഈ കടലയുടെ ഇടയ്ക്കാണ് റോസ് വെച്ചിരിക്കുന്നത്. റോസ് വെച്ചിട്ട് കടല ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ ഇത് നമ്മുടെ ആന്ധ്ര ടൈപ്പ്, അത് വേറെ കടലയാണ്, ആന്ധ്ര ടൈപ്പ്. ഇവിടെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കടലയുടെ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ ഇതിടും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ കുറേ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ പടവലങ്ങ അങ്ങനത്തെ വള്ളിയായിട്ടുള്ള പച്ചക്കറികളും അത് പടർന്ന് കയറുന്നതും അതിൻ്റെ മുകളിൽ ചെയ്യാം. അപ്പോൾ ഒരേ സ്ഥലത്ത് നമുക്ക് ഒരേ സമയത്ത് നമുക്ക് വെവ്വേറെ പല ടൈപ്പ് നമുക്ക് കൃഷി ചെയ്യാം. കാരണം നമ്മൾ പരിമിതി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ പെൺകുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മുല്ലപ്പൂ, അതുകൂടെ കൃഷിയുണ്ട് കേട്ടോ. അത് ഗുണ്ടുമുല്ല എന്ന് പറയും. അതിന് നല്ല റേറ്റൊക്കെ ഉണ്ട്. നമ്മൾ 900, 1000, 800 റേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് അധികം കിട്ടി തുടങ്ങിയിട്ടില്ല. ഇവരിപ്പോൾ പാകിയിട്ടുള്ളൂ. ഒരു 100 ഗ്രാം 1/4 കിലോന് കിട്ടുന്നുള്ളൂ. ഇത് നമ്മുടെ വെറ്റില, നമ്മൾ മുറുക്കുന്ന വെറ്റിലുണ്ടല്ലോ, ഇത് കുംഭകോണം വെറ്റില എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവരെ വീടാട്ടോ, ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ വീടാണ്. കുംഭകോണം വെറ്റില, ഇത് ഫ്രഷാട്ടോ. കാരണം നമ്മൾ ഒരു ചെറിയ എരിവുള്ള പോലത്തെ വെറ്റിലയാണ് ഇത്, കുംഭകോണം വെറ്റില എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വെറ്റിലിന് പല ടൈപ്പ് ഉണ്ട്. ഇത് കുംഭകോണം വെറ്റില എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ ഒരു കിണറിൻ്റെ വലിപ്പം കാണിച്ചു തരാം. ഇത് എത്ര വട്ടം എന്ന് പറയാം, നല്ല വട്ടമുള്ള കിണറാട്ടോ, നല്ല വട്ടമുള്ളത്.
നല്ല ലെങ്തി കിണറാണ്. അതുപോലെ ആഴം എനിക്ക് ഇവിടെ നോക്കി കാണുന്നില്ല, അത്രയും വെള്ളമുണ്ട്. പക്ഷെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 2 3 4 ഒരു 10 മീറ്ററെങ്കിലും ഉണ്ടാവും കേട്ടോ അതിൻ്റെ വ്യാസം എടുത്ത് കഴിഞ്ഞാൽ. 10 മീറ്ററിൽ കൂടുതലുണ്ടോ തോന്നുന്നു. ഒരു 12 മീറ്റർ ഉണ്ടാവും വ്യാസം. അത്രയും വലിയ കിണറാണ്, നല്ല വട്ടമുള്ള കിണർ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ ആയിട്ടപ്പോൾ പറയും. അപ്പോൾ നമ്മളോട് ജസ്റ്റ് വന്നപ്പോൾ ഒരു വീഡിയോ എടുത്താണ്, ഈ പൂക്കളുടെ തോട്ടം കണ്ടപ്പോൾ റോസപ്പൂ കണ്ടപ്പോൾ എടുത്താണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.